ഭീമിൻ്റെ 489ാമത്തെ പ്രതിമാസ പരിപാടിയായി ഭീമും എറണാകുളം കരയോഗവും സംയുക്തമായി കാവാലം നാരായണ പണിക്കരുടെ കലിവേഷം എന്ന നാടകം തിരുവനന്തപുരം സോപാന നാടക ട്രൂപ്പ് എറണാകുളം TDM ഹാളിൽ 2025 ജനുവരി 28 നടത്തി. ഈ നാടകം കാവാലം നാരായണ പണിക്കരുടെ കലിസന്ധരണം എന്ന കവിതയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു പരമസാത്വികനായ കഥകളി നടൻ തനിക്ക് നല്ല വേഷങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അത് ലഭിക്കാത്തപ്പോൾ അയാൾക്ക് നീരസം തോന്നുകയും കലിബാധിതനാവുകയും ചെയ്യുന്നു. സ്ഥിരമായി അപ്രധാന വേഷങ്ങൾ മാത്രം വിധിക്കപ്പെട്ട നടൻ്റെ ആത്മസംഘർഷത്തിൻ്റെ കഥയാണ് കലിവേഷം. ധർമ്മപുത്രരുടെ വേഷം എനിക്ക് കഴിയില്ലേ? കിർമീരവധത്തിൽ ആടാനും മാത്രം വകയുള്ളൊരു വേഷം. ബാലേ കളാബുദ രുചി തേടും വിപിനേ കാമിനി വന്നതിനാളവികലേ ഡോളായി തമിക മാമകഹൃദയം പാലേ എന്താ ധർമ്മപുത്രരുടെ വേഷം തരാൻ പറ്റില്ലല്ലോ? എനിക്കതിനുള്ള യോഗ്യതയില്ലെന്നോ? കിർമീരന്റെ വേഷം കിട്ടിക്കോ? വേണ്ട, പറ്റില്ല, എനിക്ക് പറ്റില്ല. ഞാൻ കലിവേഷം തന്നെ കിട്ടിക്കോളാം. പോരേ. ഇതോടൊപ്പം കലി ബാധിച്ച നളൻ ദമയന്തിയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നതും കാണിക്കുന്നു. അവസാന രംഗത്തിൽ കാട്ടുതീയിൽപ്പെട്ട കാർകോടകൻ എന്ന വിഷസർപ്പത്തെ നളൻ രക്ഷിക്കുന്നു. പക്ഷേ കാർകോടകൻ നളനെ ദംശിക്കുകയും വിഷം ശരീരത്തിൽ കടന്ന നളൻ്റെ ദേഹത്ത് നിന്ന് കലി ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതോടുകൂടി നടനും വീണ്ടും വിചാരം ഉണ്ടാവുകയും ചെയ്തു. കലിയിൽ നിന്നും മോചിതനാവുന്നു. കലിക്ക് ഇരിക്കാനുള്ള സ്ഥലം തേടി കാണികളുടെ ഇടയിലേക്ക് പോകുന്നു. പ്രൊഫസർ KG പൗലോസ് നാടകത്തിനു മുൻപ് ഒരു ആമുഖ പ്രഭാഷണം നടത്തി. അദ്ദേഹം കാവാലം നാരായണ പണിക്കരുടെ കലിസന്ധരണം എന്ന നാടകത്തെക്കുറിച്ച് കാണികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ വിശദീകരിച്ചു. കലി ദക്ഷപ്രജാപതിയുടെ മകനാണ്. ദക്ഷപ്രജാപതി ഹിന്ദു പുരാണങ്ങളിലെ ഒരു ഋഷിയും സൃഷ്ടാവുമാണ്. കലി നല്ല ഗുണങ്ങൾ ഇല്ലാത്തവനായിരുന്നതിനാൽ പിതാവ് അദ്ദേഹത്തെ പുറത്താക്കി. എന്നാൽ തനിക്ക് പാർക്കാൻ ഒരിടം ആവശ്യപ്പെട്ടതിനനുസരിച്ച് അദ്ദേഹത്തിന് 5 സ്ഥലങ്ങൾ അനുവദിച്ചു കൊടുത്തു. ഈ സ്ഥലങ്ങൾ മനുഷ്യരിലെ ദുഷ്പ്രവൃത്തികൾക്കും വികാരങ്ങൾക്കും ഉത്തേജനം നൽകുന്നവയാണ്. ഈ 5 സ്ഥലങ്ങൾ മദ്യം, ചൂത്, സ്വർണം, കാമം, ഹിംസ എന്നിവയാണ്. നള ദമയന്തി കഥയിൽ കലി നളൻ്റെ മനസ്സിൽ പ്രവേശിച്ച്
അദ്ദേഹത്തെ കൊണ്ട് സ്വന്തം അനുജനുമായി ചൂത് കളിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് കലി ജൂതിൽ വസിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. കലി സന്ധരണം എന്നാൽ കലിയെ നിയന്ത്രിച്ച് നിർത്തൽ എന്നാണ്. ചൂതിൽ തോറ്റ നളൻ ദമയന്തിയുമായി സർവ്വതും നഷ്ടപ്പെട്ട് കാട്ടിൽ അലയുന്നു. കലിയുടെ സ്വാധീനത്തിൽ സ്വന്തം ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പ്രേരിതനാവുന്നു. ഈ നാടകം മനുഷ്യർ ദുർഗുണങ്ങളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. പ്രൊഫസർ KG പൗലോസ് ഒരു പ്രമുഖ സാഹിത്യകാരൻ, അധ്യാപകൻ എന്നീ നിലകളിൽ മലയാള സാഹിത്യത്തിനും സംസ്കാരത്തിനും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. നാടകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വിപുലമായ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നാടകം ഒരു പഠനം, പുരാണങ്ങളിലെ സ്ത്രീകൾ, നളദമയന്തി ഒരു പുനർവായന തുടങ്ങി മലയാളത്തിൽ 50-ലേറെയും ഇംഗ്ലീഷിൽ 20 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം, കേരള സംസ്കൃത അക്കാദമി അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഡോക്ടർ CP മേനോൻ സ്മാരക പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. കാവാലം നാരായണ പണിക്കരുടെ രചനാശൈലി നാടകത്തിന് ആകർഷണീയത നൽകുന്നു. മലയാള സാഹിത്യത്തിലെ മികച്ച നാടകമായി ഇത് കണക്കാക്കപ്പെടുന്നു. കലയുടെ സ്വാധീനം വഴി നാടകം സമൂഹത്തിലെ ദുർഗുണങ്ങളെയും അധർമ്മത്തെയും വിമർശിക്കുന്നു. കലിവേഷം എന്ന നാടകത്തിലൂടെ ഒരു വലിയ സന്ദേശമാണ് യശശരീരനായ കാവാലം നാരായണ പണിക്കർ സമൂഹത്തിന് നൽകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.